പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 25 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അത് നല്ല ഉറക്കം തന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്, സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞ്. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. 149 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെ പറയും, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ കർത്താവിൻ്റെ സ്തുതിയും പാടുവിൻ. അവർ നൃത്തം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ കർത്താവ് രക്ഷ കൊണ്ട് അലങ്കരിക്കും. ആമേൻ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശൈലികളിൽ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതി പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മനോഹരമായ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകട്ടെ, സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ, സ്വസ്ഥതയും ആമേൻ ദൈവത്തിൻ്റെ മഹത്വവും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സോറിയാസിസ് എന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗശക്തി അവരെ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. സോറിയാസിസ് എന്ന രോഗബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. അതോടൊപ്പം തന്നെ സകല അലർജിയുടെ സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കർത്താവ് മാറ്റി അവർക്ക് സമൃദ്ധി കൊടുക്കണം. അതുപോലെ കർത്താവെ, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണം. എല്ലായിടത്തും കർത്താവിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങൾ ദർശിക്കുവാൻ കർത്താവ് സഹായിക്കണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ നാളെ സൺഡേ ലോകവ്യാപകമായി സഭായോഗം നടക്കുമ്പോൾ വലിയ ഉണർവിലേക്ക്, വലിയ മഹത്വത്തിലേക്ക് കർത്താവ് ഭൂമിയെ നയിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും കർത്താവ് തന്ന വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കാം. 1 Peter chapter number 1 verse 15 and 16. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ ദൈവിക വിശുദ്ധിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആമേൻ. ഈ വിശുദ്ധി എന്ന് പറയുന്നത് പാപം ഒഴിവാക്കുന്നത് മാത്രമല്ല, അതിലുപരിയായി യേശുവിനെ പോലെ ഭൂമിയിലാകുക. ആമേൻ. കർത്താവ് നമ്മളെ രക്ഷിച്ചത് ജസ്റ്റ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല, അവൻ നമ്മളെ രക്ഷിച്ചത് കർത്താവിൻ്റെ സ്വഭാവത്തെ ഈ ഭൂമിയിൽ നമ്മളിലൂടെ അനുദിനം വെളിപ്പെടുത്തുവാനാണ്. ആമേൻ. ദൈവസഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസംഗമോ ഭയങ്കര മിറക്കിൾസോ മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു വിശുദ്ധ ജീവിതം. ആമേൻ ആമേൻ. ഈ ലോകത്തിൽ അനേകർ വേദപുസ്തകം വായിക്കാറില്ല, പക്ഷേ അവർ നമ്മളുടെ ജീവിതം കാണുമ്പോഴാണ് അവർ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. നമുക്ക് ഇന്ന് പ്രഭാതി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മളിലൂടെ യേശുവിനെ കാണുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളിലൂടെ അവർക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? അപ്പം ഹോളിനെസ് എന്ന് പറഞ്ഞാൽ എന്തോ? വ്യത്യസ്തരായി ജീവിക്കുക, വേർപെട്ട് ജീവിക്കുക, യേശുവിനെ പോലെ ചിന്തിക്കുക, യേശുവിനെ പോലെ സംസാരിക്കുക, യേശുവിനെ പോലെ ബിഹേവ് ചെയ്യുക. ആമേൻ. യേശുവിനെ പോലെ സ്നേഹിക്കുക, യേശുവിനെ പോലെ ഈ പിതാവിനെ അനുസരിച്ച് നടന്നതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതാണ് വിശുദ്ധി. അപ്പം
തിങ്കിങ് ലൈക്ക് ക്രൈസ്റ്റ്, യേശുവിനെ പോലെ ചിന്തിക്കുക, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ആമേൻ. യേശു എങ്ങനെ പിതാവിനെ അനുസരിച്ചോ അതുപോലെ നമ്മളും അനുസരിക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് ആമേൻ, ചർച്ചിനകത്ത് മാത്രമല്ല, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ജോലി സ്ഥലത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ എല്ലാ കോൺവെർസേഷനുകളിലും, നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്സിലും. ആമേൻ. ആരും നമ്മളെ കാണാതിരിക്കുമ്പോഴും നമ്മൾ ആരെ നമ്മളിലൂടെ വെളിപ്പെടുത്തണം? യേശുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തണം. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, ദൂതന്മാർ വിളിച്ചു പറയുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ. അവർ വിളിച്ചു പറയുന്നത് അവൻ ദൈവം ശക്തിമാൻ ശക്തിമാനെന്നോ, സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നതോ അല്ല. അവർ വിളിച്ചു പറയുന്നത് ഈ ദൈവം പരിശുദ്ധനാകുന്നു, ഈ ദൈവം പരിശുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധനായ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുവാനാണ് ഭൂമിയിൽ നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണം. അതാണല്ലോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ലോകത്തിൽ ആളുകൾ കാണുമ്പോൾ ആമേൻ, നമ്മൾ വ്യത്യസ്തത കാണണം. നമ്മുടെ വാക്കുകൾ വ്യത്യസ്തമായിരിക്കണം. നമ്മൾ ക്ഷമിക്കുന്നത് മറ്റുള്ളവർ ക്ഷമിക്കുന്നത് പോലല്ല. നമ്മുടെ വിശ്വസ്തത മറ്റുള്ളവരുടെ മാതിരിയല്ല. തികച്ചും വ്യത്യസ്തരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കറയും മാലിന്യവും ഇല്ലാത്തവരായി ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജോസഫ് തൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും വിശുദ്ധി സ്വീകരിച്ചു. അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ, തൻ്റെ കുടുംബത്തിൽ, താൻ ആയിരുന്നിടത്തൊക്കെ എന്തായിരുന്നു? വിശുദ്ധനായിട്ട് ജീവിച്ചു. ആമേൻ. കർത്താവ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ജോസഫിൻ്റെ വിഷമം. ജോസഫിന് ദൈവത്തെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. നാമും അങ്ങനെ ആയിത്തീരണം. ഇവിടെയൊക്കെ നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കണം. എഫേസ്യർ 4:29 പറഞ്ഞല്ലോ, ആമേൻ, നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കണം. നുണ പറയുന്ന വാക്കാകരുത്. ഏഷണി, മറ്റുള്ളവരെക്കുറിച്ച് കുറവും കുറ്റവും പറഞ്ഞ് നടക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. ആമേൻ. അനാവശ്യമായ ഈ പൊട്ടച്ചൊല്ലുകളെ, കളിവാക്കുകളെ, അനാവശ്യമായ ലാംഗ്വേജുകൾ, ആമേൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, കുത്തി നോവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകല്ലേ. നമ്മുടെ വാക്കുകൾ സൗഖ്യമാക്കുന്ന വാക്കുകളായിരിക്കണം. യേശു സംസാരിച്ച പോലെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ചിന്ത വിശുദ്ധമായിരിക്കണം. ആമേൻ. നമ്മുടെ മനസ്സിനെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, ഇതെല്ലാം ബാധിക്കും നമ്മുടെ പ്രവൃത്തികൾ. ആമേൻ. എവ്രിതിങ് നമ്മൾ എന്ത് ചെയ്താലും കൊലോസ്യ ലേഖനം 3:17 പറയുന്ന പോലെ കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. നമ്മൾ കഴിച്ചാലും, നമ്മൾ ജോലി ചെയ്താലും, നമ്മൾ വണ്ടി ഓടിച്ചാലും, നമ്മൾ ബിസിനസ് ചെയ്താലും എല്ലാം നമ്മൾ ആരെ മഹത്വപ്പെടുത്തണം? യേശുവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ബന്ധങ്ങളിലൂടെ ആമേൻ യേശുവിനെ നമ്മൾ വെളിപ്പെടുത്തണം. നമ്മൾ വേഗത്തിൽ ക്ഷമിക്കുന്നവരായിരിക്കണം, സ്നേഹിക്കുന്നവരായിരിക്കണം. ആമേൻ 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 കയ്പ് മാറ്റിവെച്ച് ജീവിക്കുന്നവരായിരിക്കണം. അതുപോലെ നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മൾ ആരെ ഉയർത്തുന്നവരായിരിക്കണം? യേശുവിനെ തന്നെ വെളിപ്പെടുത്തുന്നവർ. ആരും നമ്മളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിപ്പാനല്ല നമ്മളെ വിളിച്ചത്. നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മുടെ യേശുവിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവർ ഒരു തീരുമാനമെടുത്താട്ടെ. എൻ്റെ ജീവിതം വിശുദ്ധിയിൽ ഞാൻ സൂക്ഷിക്കും, വ്യത്യസ്തനായി ജീവിക്കും, മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി ഞാൻ ജീവിക്കും. ഞാൻ ജോലി ചെയ്യുന്നിടത്ത്, എൻ്റെ കുടുംബത്തിൽ, ഞാൻ എവിടെയാണോ അവിടെയെല്ലാം ഞാൻ മറ്റുള്ളവരിൽ നിന്നും എന്തായിരിക്കും? വ്യത്യസ്തനായിരിക്കും. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അവൻ ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, യേശുവിനെ പോലെ, പൗലോസിനെ പോലെ നമുക്ക് അവൻ വ്യത്യസ്തരായി ജീവിക്കാം. അവൻ നമ്മളെന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കണം, എന്നിലൂടെ യേശുവിൻ്റെ വാക്കുകളാണോ പുറപ്പെടുന്നത്? എൻ്റെ ബിസിനസ്സിലൂടെ, എൻ്റെ കുടുംബജീവിതത്തിലൂടെ, എൻ്റെ ഫോണിലൂടെ, എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ, എൻ്റെ പ്രൈവറ്റ് ലൈഫിലൂടെ ഞാൻ യേശുവിനെയാണോ വെളിപ്പെടുത്തുന്നത് എന്ന് നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അത് വലിയ കഠിനമായ കാര്യമല്ല. ആമേൻ. അതെന്തുവാണെന്നറിയാം? യേശു നമ്മളിലൂടെ വെളിപ്പെടുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. സഭയാം കുടുംബത്തെ കർത്താവ് വിളിച്ചത് ആമേൻ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, നമ്മളിലൂടെ വേർപെട്ട ജീവിതം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ആമേൻ, യേശു ആരാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കൂടിയാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട്, ഒരു വേർപെട്ട ജീവിതത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവിക വിശുദ്ധി ഉണ്ടാകട്ടെ, വേർപാടുണ്ടാകട്ടെ, വ്യത്യസ്തരായി ജീവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പറ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.